ഈ ചാണകം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വരിക ചാണക സംഖ്യയുടെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന എൻ്റെ ചെറുപ്പകാലത്ത്, പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ വീടിൻ്റെ, എൻ്റെ നാട്ടിലെ എൻ്റെ ആദ്യത്തെ വീടുൾപ്പെടെ, ഞാൻ ജനിച്ച കുടുംബത്തിലെ എൻ്റെ ആദ്യത്തെ വീടുൾപ്പെടെ നമ്മുടെ നാട്ടിലെ പല വീടുകളുടെയും തറ മെഴുകുന്ന ചാണകം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തലമുറയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പൊ ചാണകം മെഴുകുക, അതിൻ്റെ അത് ചില കരിയൊക്കെ ചിരട്ടയൊക്കെ കത്തിച്ച് ചിരട്ടയുടെ കറുപ്പൊക്കെ ചേർക്കും അതില്. ഈ മെഴുകിയ ചാണകത്തറ നന്നായിട്ട് കറുത്ത് തിളങ്ങാൻ വേണ്ടി ചില പൊടിക്കൈകൾ പുറത്തന്ന അമ്മമാരും വീട്ടിലെ പെണ്ണുങ്ങൾ, സ്ത്രീകളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ചാണകം വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവായിട്ട് നമ്മുടെ പൊതു സംസ്കാരത്തിൽ പണ്ടേ ഉണ്ട്. കേരളത്തിലും വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല. ഇപ്പൊ ഈ പശു സംരക്ഷണം പറയുന്നത് കൊണ്ട് ഇപ്പൊ സംഘപരിവാറിന്റെ വലിയ അജണ്ടയാണല്ലോ പശു സംരക്ഷണം. പശുവിനെ തൊടാൻ പാടില്ല, ലോറി കയറ്റിക്കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പൊ കാളയെ കയറ്റിക്കൊണ്ടുപോയാലും വടക്കേ ഇന്ത്യയിൽ ഈ ദുരഭിമാന കൊലപാതകം വരെ നടക്കുന്ന അവസ്ഥയാണ്. അതുപോലെ പീഡനങ്ങൾ. അതുകൊണ്ട് ഈ പശുവിനെയും ചാണകത്തെയും ഒക്കെ നമ്മൾ വളരെ മാനിച്ചു പോന്നിരുന്ന ഒരു സംസ്കൃതി കേരളത്തിനുമുണ്ട് എന്ന് പറയുക. ഇപ്പൊ പറഞ്ഞു വരുന്നത് പശുവിന്റെ ചാണകത്തിന് വൻ ഡിമാൻഡ് വരാൻ പോകും. നമുക്കറിയാം, ചാണകം കൊണ്ട് നമ്മൾ തറ മെഴുകും. ഏറ്റവും നല്ലൊരു ജൈവ വളമാണ് ചാണകം. നമ്മുടെ പറമ്പിലെ നാട്ടുമ്പുറത്ത് കൃഷിയിലെ എന്തിൽ ഇട്ടാലും ചാണകവും ചാരവും ചേർത്തിട്ട് കഴിഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ, അത് കപ്പയായാലും ചേമ്പായാലും ചേനയായാലും എന്തായാലും, അത് തെങ്ങിൻ്റെ ഒട്ടി ഇട്ടാലും വളരെ നന്നായിട്ട് സമൃദ്ധമായിട്ട് വളർന്നു വരും. അത്രയും ഗുണമുള്ള ഒരു ഇതാണ് ചാണകം എന്ന് പറയുന്നത്. അപ്പൊ ചാണകത്തിന്റെ ഗുണഗണങ്ങളെ പറ്റി മലയാളിയെ സംഘപരിവാർ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സംഘപരിവാർ പഠിപ്പിക്കുന്ന പശു ഇടുന്ന ചാണകമാണ് ദിവ്യം. പഞ്ചഗവ്യമൊക്കെ നമുക്കറിയാം. മലയാളികൾക്ക് എത്രയോ നാൾ മുമ്പ് തന്നെ പഞ്ചഗവ്യത്തെ പറ്റിയൊക്കെ അറിയാവുന്നവരാണ്. പശുവിൻ്റെ ഇത്ര 5 കൂട്ടങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചഗവ്യം ഒരു വലിയ മെഡിസിനാണ് ആയുർവേദത്തിലേക്ക്, അതിൻ്റെ പ്രയോഗം. ഇതൊക്കെ മലയാളിക്ക് അറിയാഞ്ഞിട്ടല്ല. പശു ചാണകത്തിന് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്, പഞ്ചഗവ്യം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ചാണകം പശു ഇടുന്നതാണോ നല്ലത് അതോ കാളയിടുന്ന ചാണകത്തിന് ആ ഗുണമുണ്ടോ ഇല്ലയോ എന്ന് സംഘപരിവാർക്ക് അവർക്ക് തർക്കമുണ്ട്. അവർ പറയുന്നത് പശുവിന്റെ ചാണകത്തിന്റെ ഗുണം കാളയുടെ ചാണകത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക? ഈ പശുവിന്റെ ഭർത്താവല്ലേ കാള എന്ന് പറയുന്നത്? രണ്ടും ഒരു വർഗത്തിൽപ്പെടുന്നതല്ലേ മൃഗങ്ങളില്. പശു പെണ്ണ് കാളയാണ്. അപ്പൊ പശുവിന്റെ ഭർത്താവാണ് കാള. ഈ കാളയിടുന്ന ചാണകത്തിന് ആ ഗുണമില്ല, പശുവിന്റെ ചാണകത്തിന് ഗുണമുള്ളൂ, മാതാവായതുകൊണ്ട് ഗുണമുണ്ട് എന്നൊക്കെ പറയുന്ന സംഘപരിവാർ അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ചാണകത്തിന് പശുവിന്റെ ഏത് ഉൽപ്പന്നങ്ങൾക്കും, നാൽക്കാലികളുടെ, പശുവായാലും ആടായാലും, ആട്ടിൻ പുഴുക്കായാലും ആട്ടിൻ പാലായാലും ആട്ടിറച്ചിയായാലും എന്ന് പറഞ്ഞ പോലെ അതിന് വലിയ മാർക്കറ്റ് സാധ്യതകൾ ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ, ക്ഷീര സമ്പത്താവട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കാറ്റിൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചാണകത്തിന് വൻ ഡിമാൻഡ് വന്നിരിക്കുകയാണ്. രാജ്യത്ത് മാത്രമല്ല, ഗൾഫിലേക്കുള്ള ചാണക കയറ്റുമതി വല്ലാണ്ട് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ ചെയ്യാൻ വന്നത്. ആമുഖമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ചാണകം എന്താ ചാണകത്തിന് ഇപ്പൊ ഈ ഡിമാൻഡ് പെട്ടെന്ന് കൂടാൻ കാരണം? അതിനെപ്പറ്റിയുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ വളരെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല്, നമുക്കറിയാം ഗൾഫിലെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത് ഈന്തപ്പനയാണ്. ഡേറ്റ്സ്, ഈന്തപ്പന ഏറ്റവും മാർക്കറ്റുള്ള ഒരു ഫ്രൂട്ട് ഫലവർഗമാണ് ഈന്തപ്പഴം. നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റിക്കൊക്കെ 1 കിലോയ്ക്കൊക്കെ വലിയ വില കൊടുക്കണം. അപ്പൊ ഈന്തപ്പഴത്തിന്റെ ഉൽപാദനം കൂട്ടാൻ, അതിന്റെ രുചിയും കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് വളം എന്ന് പറയുന്നത് ചാണകമാണെന്ന് ഇപ്പോൾ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അടുത്ത കാലത്ത്. അതോടുകൂടി ഇന്ത്യയിൽ നിന്ന് മിക്ക ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ചാണക കയറ്റുമതി വൻതോതിൽ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പൊ ചാണകത്തിന് ഡിമാൻഡ് കൂടി. ഇപ്പോൾ 1 കിലോ ചാണകത്തിന് 30 മുതൽ 50 രൂപ വരെ വിലയുണ്ട്. ഇത് കയറ്റുമതി കൂടുതൽ ചെയ്യപ്പെടുമ്പോൾ വില ഇനിയും കൂടും. അപ്പൊ ചാണകം നാൽക്കാലികളെ വളർത്തുന്ന, പശുക്കളെ വളർത്തുന്ന
അല്ലെ എരുമയെ വളർത്തുന്ന ഒരു കുടുംബത്തിന് ഒരു വലിയ വരുമാന മാർഗമായിട്ട് പാല് പോലെ തന്നെ, പാലും നെയ്യും കൊടുക്കുന്ന പോലെ തന്നെ ചാണകവും ഒരു വലിയ വരുമാന ഉറവിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ സാമ്പത്തികം. ഇന്ത്യക്ക് ഒത്തിരി നേട്ടം കേരളത്തിനും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിൻ്റെ ഒരു കണക്കനുസരിച്ച് ഈ കുവൈത്തിലേക്ക് മാത്രം അടുത്ത കാലത്ത് ഏതാനും നാളുകൾക്ക് മുമ്പ് കുവൈത്തിലേക്ക് മാത്രം കയറ്റി അയച്ചത് 192 മെട്രിക് ടൺ ചാണകമാണ്. 192 മെട്രിക് ടൺ ചാണകം കുവൈത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിലെ ഈന്തപ്പന കൃഷിക്ക് വേണ്ടി കയറ്റി അയച്ചിരിക്കുക. ഈന്തപ്പഴത്തിന്റെ വലിപ്പം കൂടും, രുചിയും കൂടും ചാണകം ഇട്ടുകൊടുത്താൽ എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഗവേഷണത്തിലൂടെ. ഇതേപോലെ മറ്റ് പല രാജ്യങ്ങളിലേക്കും ചാണകം ഇങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചാണകത്തിന് ഡിമാൻഡ് കൂടുന്നു വിദേശത്ത്. അപ്പൊ വിലയും കൂടി കർഷകർക്ക് അതിന്റെ ഗുണവും ക്ഷീര കർഷകർക്ക് അതിന്റെ ഗുണവും കിട്ടാൻ സാധ്യത കൂടുകയാണ്. ഇക്കാര്യത്തിൽ കേരള സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി ഇവിടെ ഞങ്ങൾ ഭംഗ്യന്തരേണ പറയുകയാണ്. പ്രത്യേകിച്ചും കൃഷി വകുപ്പ്, കേരളത്തിന്റെ കൃഷി വകുപ്പ് എത്രയോ കാലങ്ങളായിട്ട് ഏറ്റവും നിർജ്ജീവമായ ഒരു വകുപ്പ് നമ്മുടെ കൃഷി വകുപ്പാണ്. അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും അതൊരു വേറൊരു സ്റ്റോറിയായിട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഏറ്റവും പ്രവർത്തനക്ഷമതയില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത കേരളത്തിലെ ഒരു വകുപ്പ് കൃഷി വകുപ്പാണ്. അത് ഏത് ഗവൺമെന്റ് LDF വന്നാലും UDF വന്നാലും അതിന് മാറ്റം വരണമെങ്കിൽ ഒരു ഓറിയന്റേഷൻ ആവശ്യമാണ്. അപ്പൊ ഈ ചാണകരംഗത്ത് സംഘി ചാണകത്തെ വിടുക അല്ലാതെ കേരളത്തിനൊരു വൻ നേട്ടം ഉണ്ടാക്കാൻ കൃഷി വകുപ്പ് കൂടി വിചാരിച്ചാൽ സാധിക്കും. ഇക്കാര്യത്തിൽ ഇതിന്റെ പ്രൊമോഷൻ, അതിന്റെ കാര്യങ്ങൾ, ചാണകം കയറ്റി അയക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ആകെ കണക്കെന്ന് പറയുന്നത് 300 ദശലക്ഷം പശുക്കളുണ്ട്. ഇന്ത്യയിലെ മൊത്തം കണക്കാണ്. ഗോമാതാവാണ്. വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ, പശു ദൈവമാണ്, ദേവതയാണ്, ഗോമാതാവാണ്. തൊടാൻ പറ്റില്ല, പീഡിപ്പിക്കാൻ പാടില്ല. ഇതിൽ കാളകളെ കൂട്ടിയിട്ടില്ല. കാളകളെ കൂട്ടാതെ ഇന്ത്യയിൽ 300 ദശലക്ഷം പശുക്കളുണ്ട്. അതൊരു വലിയ റിസോഴ്സാണ്. ഈ 300 ദശലക്ഷം പശുക്കളുടെ മാത്രം ചാണകം, അതിൻ്റെ ഒരു 10% കാളകളെ വിട്. സംഘപരിവാറിന് വിയോജിപ്പുള്ളതുകൊണ്ട് കാളകളെ നമ്മൾ വിടുന്നു. കാള പിന്നെ ചാണകം ഇടാതിരിക്കട്ടെ, അത് വേറെ കാര്യം. പശുക്കളെ മാത്രം എടുത്താൽ ഈ 300 ദശലക്ഷം പശുക്കളിടുന്ന ചാണകത്തിലെ 10% ചാണകം കേരളം ഉൾപ്പെടെ ഇത് കയറ്റുമതി ചെയ്ത് തന്നെ ഒരു വലിയ വിദേശ പണം നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ചാണകത്തിന്റെ വില കൂടിയാൽ എത്ര? ഇപ്പൊ 50 രൂപ വരെയുണ്ട്. അത് 100 ആയാൽ എത്രയായി വരുമാനം? അത് കൂട്ടുക. അപ്പോൾ ഇതിന് ഇന്ത്യൻ ചാണകത്തിന് ഡിമാൻഡ് വരാനുള്ള ഒരു പ്രധാന കാരണം, അതുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പ്രധാന കാരണം ഇന്ത്യൻ ചാണകമാണ് ബെസ്റ്റ്. ഇത്രയും ഗുണമുള്ള ചാണകം വേറെ രാജ്യത്തുനിന്ന് കിട്ടുന്നില്ലെന്നാണ് ഗൾഫിലെ രാജ്യങ്ങൾ പറയുന്നത്, അവിടെ ഇതിന്റെ നടത്തിപ്പുകാർ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ചാണകത്തിന് എന്താ ഗുണം? ഇത്രയും ഗുണം അത് സംഘി ചാണകമായതുകൊണ്ടാണോ? അല്ല, അതിന് വേറെ പല കാര്യങ്ങളുണ്ട്. മറ്റൊരു വിഷയമായതുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ചാണകത്തിന് ഗൾഫിൽ ഇത്ര ഡിമാൻഡ് എന്നുള്ളത് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം.